മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം കണ്ണനും മഹാലക്ഷ്മി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മഹാലക്ഷ്മി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് പ്രതാപൻ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ പേരിനുള്ള ഗുണ്ടകളായിരുന്നു എന്നും പ്രതാപനും മുത്തശ്ശിയുമാണ് മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് മഹാലക്ഷ്മിയാണെങ്കിൽ കരുണാലയത്തിലേക്ക് വരുന്നുണ്ട് പ്രതാപനോട് ചോദ്യം ചെയ്യാൻ. അന്നേരം ഒന്നും അറിയാത്ത കണക്ക് പ്രതാപൻ ഒഴിഞ്ഞു മാറി പോകാൻ നോക്കുന്ന സമയത്ത്, നീ എന്താ ഈ പറയുന്നത്? ഞാനിതൊന്നും കേട്ടിട്ട് പോലുമില്ല. പിന്നെ നിന്നെ ആരെന്ത് ചെയ്താലും ഞാനും എൻ്റെ അമ്മയും കൂടിയാണെന്ന് പറയുന്നത് നിൻ്റെ വെറും ഒരു തോന്നല. ഞങ്ങൾക്കെന്തുവാ പട്ടുണ്ടോ എപ്പോഴും നിങ്ങളെ പിന്നാലെ നടന്ന് ആക്രമിക്കാൻ? അല്ലെങ്കിൽ തന്നെ നിന്നെ കൊന്നിട്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും എന്ത് കിട്ടാനാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? തക്ക സമയത്ത് മാർക്ക് വന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെന്നല്ലേ പറയുന്നത്? എങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. നിങ്ങളുടെ അമ്മയ്ക്ക് പോലും അറിയാത്ത ആ രഹസ്യം. അത് കേട്ട് പ്രതാപൻ ആകെ ഷോക്കാകുന്നു. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, കുറേ നാൾ കൊണ്ട് ഇവൾ നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവളുടെ അമ്മയ്ക്കും എനിക്കറിയാത്ത എന്തോ കാര്യം അറിയാമെന്ന്. എന്താണെന്ന് വെച്ചാൽ പറയടാ. അത്ര വലിയ ഞെട്ടിക്കുന്ന കാര്യമാണെങ്കിൽ എനിക്ക് കൂടെ ഒന്ന് അറിയണമല്ലോ എന്ന് പറയുമ്പോൾ, ചുമ്മാ പറയൂ അമ്മ. ഇവള് ചുമ്മാ അമ്മ എന്നെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറഞ്ഞുണ്ടാക്കുമല്ലേ. അമ്മയ്ക്കറിയാത്ത വല്ല കാര്യവും എൻ്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടെ പ്രതാപ. പിന്നെ ഇവളുകൾ അമ്മയും കുറേ നാളുകൊണ്ട് നിന്നെ കടന്ന് വരട്ടുന്നു. അന്നേരം മോഹിനിയമ്മ വന്ന് പറയുന്നു, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങളാണ് ആളെ അയച്ചതല്ലേ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കണ്ണമ്മോനോ മഹാലക്ഷ്മിയുടെ ദേഹത്തോ ഒരു പോറൽ പോലും ഏറ്റുകഴിഞ്ഞാൽ പിന്നെ എല്ലാ സത്യങ്ങളും ഞാനായിരിക്കും എല്ലാവരോടും വിളിച്ചു പറയുന്നത്. അത് മറക്കണ്ട എന്ന് പറഞ്ഞ് മോഹിനിയമ്മ ഇങ്ങ് പോകുമ്പോഴത്തേക്കും പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ അറിഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണെന്നും ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ അയച്ചില്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ അങ്ങ് സംശയം വരുന്നു. ഇവൻ എന്തിനാ ഇവളോട് ഇങ്ങനെ കാലു പിടിച്ച് നിൽക്കുന്നതെന്നുള്ള രൂപത്തിൽ. അതേസമയം കമലേശ്വരത്തേക്ക് എത്തുന്ന മഹാലക്ഷ്മിയോട് കരുണയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നീ എന്തിനാ എൻ്റെ അച്ഛനോടും മുത്തശ്ശിയോടും തട്ടിക്കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെന്നത്? നിൻ്റെ അച്ഛനും മുത്തശ്ശിക്കും നീ അറിയാത്ത ഒരു രഹസ്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം മഹാലക്ഷ്മിയോട് കരുണ ചോദിക്കുന്നു, എന്ത് രഹസ്യം അറിയാമെന്നാണ് നീ പറയുന്നത്? അപ്പം കണ്ണൻ പറയുന്നു, തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് ഗുണ്ടകൾ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോകാൻ നിൻ്റെ അച്ഛൻ തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള കാര്യം. അത് കേട്ടിട്ട് ദുർഗാമ്മയും കരുണയും ആകെ വിളറി വെളുത്ത് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് മേലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിയും. എന്താ കണ്ണേട്ടായി പറയുന്നത്? നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് എൻ്റെ ഭാര്യ വീട്ടുകാരും ആണോ? അതാ മോനെ ഞാനും ചോദിക്കാൻ വന്നത് എന്ന് ദുർഗയും പറയുന്നു. അതേസമയം കരുണ പറയുന്നുണ്ട്, ഇവൾ ആരെയോ കാണാൻ പോയിട്ട് എൻ്റെ അച്ഛൻ്റെ മേലെ പഴി ചാരുവാണ്. എൻ്റെ അച്ഛൻ്റെ ആൾക്കാർ പറഞ്ഞ് കൊട്ടേഷൻ കൊടുത്തത് പ്രകാരം ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയെന്നുള്ള രൂപത്തിൽ ഇവളുടെ കാമുകനെ കാണാനും പോയതായിരിക്കും. എൻ്റെ ഭാര്യയുടെ സ്വഭാവശുദ്ധി നീ പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാൻ എന്ന് കണ്ണൻ തറപ്പിച്ച് പറയുന്നു. മാലയിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നില്ല എന്നൊരു വാണിംഗും കൊടുക്കുന്നുണ്ട് കണ്ണൻ. അത് കേട്ടിട്ട് കരുണയ്ക്ക് ഉത്തരം മുട്ടി നിൽക്കുന്നത് കണ്ട് കണ്ണനും മഹാലക്ഷ്മി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അധികം താമസിക്കാതെ സാഗറിനെയും മഞ്ജുവിനെയും കണ്ണനും മഹാലക്ഷ്മിയും പിണക്കങ്ങളൊക്കെ മറന്ന് സ്വീകരിച്ചു എന്നുള്ള കാര്യം കരുണയും ദുർഗയും ഉണ്ണിയൊക്കെ അറിയുന്നു. ആ സമയമാകുമ്പോഴത്തേക്ക് ഇവരുടെ ദേഷ്യം വീണ്ടും കൂടുന്നു. കാരണം പുകഞ്ഞ പുള്ളി പുറത്ത് എന്നുള്ള രൂപത്തിൽ ഉണ്ണിയാണെങ്കിൽ മഞ്ജുവിനെ തള്ളി പറഞ്ഞിരുന്നു. മേഘനുമായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രം ഇങ്ങനൊരു സഹോദരി മതി. സാഗറുമായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം തനിക്ക് ഇങ്ങനൊരു സഹോദരി ഇല്ല ഉറപ്പിച്ച് തീരുമാനം എടുത്തിരുന്ന സമയത്താണ് കണ്ണൻ്റെ ഈ മാറ്റവും കൂടി. സാഗറുമായിട്ട് മഞ്ജു ജീവിക്കുന്നിടത്തോളം കാലം കണ്ണനും മഹാലക്ഷ്മിയും അവരുമായിട്ട് സഹകരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നല്ല മാറ്റമുണ്ടമ്മ. മേഘേട്ടൻ കൊട്ടേഷൻ കൊടുത്തത് പ്രകാരമാണ് സാഗർ കഞ്ചാവ് കേസിൽ അകത്തായെന്നുള്ള കാര്യം തെളിയിച്ചതിന് ശേഷം ഇപ്പം സാഗറിനോടും മഞ്ജുവിനോടും ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അത് അപകടമാടാ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ സാഗർ എന്ന് പറയുന്നവനും കൂടി വേണമെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരും നമ്മളെ തോൽപ്പിക്കാൻ. അതൊക്കെ ആലോചിച്ചിങ്ങനെ തല പുകഞ്ഞു നിൽക്കുന്നുണ്ട്. അധികം താമസിക്കാതെ പ്രതാപൻ്റെ ക്യാഷിന് തന്നെ നമ്മുടെ മേഘനെ ജയിലിൽ നിന്ന് പുറത്തിറക്കും. കണ്ണന് നടക്കാൻ സാധിച്ചു എന്നുള്ള രഹസ്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ് കണ്ണനും മഹാലക്ഷ്മിയും അവരെ സ്നേഹിക്കുന്ന ആൾക്കാരും. എന്നാൽ മേഘൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നടക്കുന്നത് കണ്ണൻ്റെ പിന്നാലെ തന്നെയാണ്. കണ്ണനെയും മഹാലക്ഷ്മിയും തീർക്കുക എന്ന ലക്ഷ്യം മാത്രമേ മേഘൻ്റെ മനസ്സിലുള്ളൂ. അത് സ്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. എത്ര വർഷം ജയിലിൽ കിടക്കാനും അയാൾ താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട് സ്വത്ത് കിട്ടുമെങ്കിൽ. പുറത്തിറങ്ങുന്ന മേഘൻ
കണ്ണൻ മലയ്ക്ക് പോകുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടെത്താൻ പോകുകയും കണ്ണന് നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം മേഘൻ നേരിട്ടിനി കളത്തിലിറങ്ങാൻ പോകുന്ന ആ ഒരു നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. മലയ്ക്ക് പോകുന്ന കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് മേഘൻ പിന്നാലെ പോകുന്നതും മാർക്കോയുടെ കയ്യിൽ നിന്നും മേഘന് നല്ല പരിക്ക് കിട്ടുന്ന ആ ഒരു നിമിഷങ്ങളിലേക്ക് കഥ മുന്നോട്ട് പോകുന്നു. മേഘനെ പ്രതിരോധിക്കാൻ ഇപ്പം കണ്ണനും സ്വന്തം കാലിൽ എണീറ്റ് നിൽക്കാനാകുന്നു എന്ന് മാത്രമല്ല, ആ ഒരു ആക്രമണത്തിൽ അയ്യപ്പസ്വാമിയുടെയും ദേവി മുത്തശ്ശിയുടെയും വേൽമുരുകൻ്റെയൊക്കെ അനുഗ്രഹത്തിൽ കണ്ണന് ഒരു പ്രത്യേക ശക്തി തന്നെ വീണു കിട്ടുകയും മേഘനെ തിരിച്ചടിക്കാൻ കണ്ണനെ കൊണ്ട് തന്നെ ആകുന്ന ആ ഒരു ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്.